മുൻ എപ്പിസോഡുകളിൽ കുചേലൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ട കാര്യം പറഞ്ഞു. ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുന്ന ശക്തിവിശേഷം. ഗർഭസ്ഥശിശു ആയിരിക്കുമ്പോൾ നമ്മളുടെ കൂട്ടുകാരൻ, നമ്മുടെ മിത്രം, സഹായിച്ച വ്യക്തി. ആ വ്യക്തിയെ കാണാൻ പോകുമ്പോൾ വലിയ മോഹങ്ങൾ, ഒരു മോഹവുമില്ലാതെയാണ് പുറപ്പെട്ടത്. ആ മോഹമില്ലാതെ പുറപ്പെട്ടു. ഒരു ജീവിയെയും വേദനിപ്പിക്കാതെ, തണൽ വഴിയെപ്പോലും ആശ്രയിക്കാതെ കുചേലൻ നടന്ന് ദ്വാരകയിൽ എത്തി. അവിടെ ആരുണ്ട്? കൃഷ്ണനുണ്ട്, പത്നി രുക്മിണിയുണ്ട്, കയ്യിൽ ഈ അവിലും ഉണ്ട്. വളരെ ലജ്ജിച്ച് നാണം കുണുങ്ങി എങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്കാണ് ഞാൻ പോണത്, കണ്ടാ തിരിച്ചറിയോ, പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ആർക്കും വിചാരം ഉണ്ടാകാമല്ലോ. അത് കഴിഞ്ഞ് കൃഷ്ണനും രുക്മിണിയും കൂടി ഇരിക്കുമ്പോൾ, ഇതൊക്കെ കഥകളിയിലൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. കഥകളിയില്, സിനിമകളിലൊക്കെ ആ കുചേല ബ്രാഹ്മണന്റെ ഒരു ലജ്ജയൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കും. ലജ്ജ സുഹൃത്തിനെ കാണാനാണ് പോണത്. അവിടെ എത്തി. അപ്പോൾ രുക്മിണി കണ്ടു, തൊഴുതു, ഒരു കുശലം ചോദിച്ചു. ഒരു കുശലം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അയൽബന്ധ കുശലം. എൻ്റെ വീട്ടിലേക്ക് ഇപ്പൊ താമസിക്കുന്ന വീടല്ല, പണ്ട് താമസിക്കുന്ന വീട്ടിലേക്ക് 2 വഴിയുണ്ടായിരുന്നു. കാരണം പെരുമ്പലാവിൽ നിന്നൊരു പഴയ വീടായിരുന്നു. ആ നിരത്തിലേക്കൊരു വഴി, പിന്നീട് പുതിയ നിരത്ത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഗേറ്റ് അവിടേക്ക് വരും. അപ്പൊ ഇതിലും വരാം, ഇതിലും വരാലോ. ഇതിപ്പോ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ, കൊട്ടാരത്തിലേക്ക് ഏതിലും വരും. അവർ കുണി വെച്ചു, ഏതിലാ കുചേല ബ്രാഹ്മണൻ വന്നേന്നൊരു ചോദ്യം ചോദിച്ചു. ഈ വഴിയാ വന്നേന്ന് പറഞ്ഞു. ഒരർത്ഥം ആ കുശലത്തിൽ ഇല്ല എന്നാണ് നമ്മുടെ വിചാരം. ഏതിലെയാ വന്നതെന്ന് ചോദിച്ചു. നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്, ഏതിലെയാ വന്നത്, ഏത് വഴി കൂടെ വന്നു? പല വഴികളുണ്ട്. ഇപ്പൊ ഒരു ഭക്ഷിക്കാനുള്ള ഒരു സാധനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് മാർഗത്തിലൂടെ അത് ഉണ്ടാക്കി, അത് വേണമല്ലോ. ഏത് മാർഗത്തിലൂടെ ഇത് ഉണ്ടാക്കി? നമ്മളൊക്കെ ഇഷ്ടം പോലെ ഭക്ഷിക്കുന്ന വസ്തുക്കൾ ഏത് മാർഗത്തിലൂടെയാണ് ഇത് ഉണ്ടാക്കിയത്? ചില പ്രൊഫഷൻ കേട്ടാൽ തന്നെ ആ മാർഗത്തെ പറ്റി നമുക്ക് ഊഹിക്കാം. ധന്യമേ ജീവിതത്തിൽ ഒരു പ്രൊഫഷനെയും കുറ്റം പറയാറില്ലല്ലോ. അത് നല്ലപോലെ സന്തോഷിച്ച് കണ്ടറിഞ്ഞ മാർഗമാണ്. നമ്മൾ കണ്ടില്ലേ, ചിലവര് നല്ല മാർഗത്തിലൂടെ ഉണ്ടാക്കി അത് പരാശക്തിയെ അർപ്പിച്ച് ഉണ്ടാക്കിയ അന്നത്തിന്റെ ഒരു സ്പൂൺ അഗ്നിയിലേക്ക് കൊടുക്കും. അഗ്നി ഭഗവാൻ എല്ലാത്തിനും സാക്ഷി ആണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത അന്നം 100% തൃപ്തിയോടുകൂടി കൈ കാണിക്കൂ എന്ന് കൊണ്ടൊരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ കൊടുക്കുമ്പോൾ അത് എത്ര പവിത്രമാണ്. ഏത് മാർഗത്തിൽ? ഇത് വലിയൊരു ചോദ്യം ആണ്. അന്നം എങ്ങനെ ഉണ്ടാക്കി? ഇതൊരു വലിയൊരു കാര്യമാണെന്ന് പറയാൻ കാരണം, ധന്യമേ ജീവിതത്തിൽ ചിലപ്പോൾ വ്യക്തിപരമായ കാര്യവും പറയേണ്ടി വരും. പരമാവധി അവനവന്റെ വീട്ടിലുണ്ടാക്കിയത് ആണ് കഴിക്കുക. ചിലയിടത്ത് ചെന്നിട്ട് ചിലപ്പോൾ അവിടെ വല്ല ചീഫ് ഗസ്റ്റ് ആയിട്ട് പ്രസംഗം കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ ഞാൻ
വീട്ടിലേക്ക് വിളിക്കും. എന്തെങ്കിലും കഞ്ഞിര വെള്ളം ബാക്കിയുണ്ടോ, അത് മതി എന്നുള്ളത് കൊണ്ട് അതങ്ങനെ ഉണ്ടാക്കി തരുന്നവരോടല്ല, അവരുണ്ടാക്കിയതല്ല, അവരാണ് സൽക്കരിക്കണത്. ആ സൽക്കരിക്കുന്നത് കോൺട്രാക്ട് കൊടുക്കുകയാണല്ലോ. ആ കോൺട്രാക്ട് കൊടുക്കുന്നവർ അവിടുന്ന് ഒരു 4 തൊഴിലാളികളെ വിളിക്കുകയാണല്ലോ. നിങ്ങൾ ഈ പണി എടുത്താൽ നിങ്ങൾക്ക് കൂലി തരാം. അങ്ങനെ ഉണ്ടാക്കുന്നതാണല്ലോ അന്നം. അന്നം ആരുണ്ടാക്കി, അതിലേക്കുള്ള ഭൗതികത ഏത് മാർഗത്തിലൂടെ എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ കഞ്ഞിയാണെങ്കിലും ഞാൻ കുടിക്കും, ഹോട്ടലിനെ അപേക്ഷിച്ച്. ഹോട്ടലുകളൊക്കെ മോശമാണെന്നും പറഞ്ഞില്ല, പക്ഷെ അത് നിർമ്മിക്കുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ അതിനെ സ്വാധീനിക്കും. ഇത് തിന്നാനുള്ള വസ്തുവായിട്ടാണ് വന്നിരിക്കണത് എന്ന് രുക്മിണിക്കറിയാം. കൃഷ്ണൻ അറിയാത്ത കാര്യം ഒന്നുമില്ല. ഏത് മാർഗത്തിൽ, ഈ മാർഗം എന്നുള്ളത് വലിയ കാര്യം ആണ്. നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് അന്നം ഏതും കഴിക്കേണ്ടി വരും. സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് പഴങ്കഞ്ഞി കുടിക്കുന്ന വ്യക്തി എന്നൊരു ചീത്തപ്പേര് എനിക്ക് പണ്ടേ ഉണ്ട്. പക്ഷെ പഴങ്കഞ്ഞി കിട്ടാത്ത സമയം വരുമ്പോൾ എന്താവും? എങ്ങനെ വന്ന അന്നമാണെങ്കിലും ശരി, അതിനെ പരിശുദ്ധമാക്കാനായിട്ടൊരു പ്രാർത്ഥന നടത്തി നീ വിശുദ്ധി നിറഞ്ഞ അന്നമാകുന്നു കൊണ്ട് ഭക്ഷിക്കും. പല ആളുകളുണ്ട്, അവര് മന്ത്രം ചൊല്ലിയും കൊണ്ട് കിട്ടിയ അന്നം ഏതായിരുന്നാലും ശരി, പരാശക്തി എനിക്ക് ഭക്ഷിക്കാൻ തന്നതാണ്, അതിനെ അമൃതാക്കി മാറ്റി ഏതൊന്ന് ചൊല്ലി അതായിട്ട് മാറും. 80% വെള്ളമാണ് ഏതൊന്നിലും. ആ വെള്ളത്തിനോട് പറയുകയാണ് നീ ഇന്നതാകുന്നു, അമൃതാകുന്നു എന്ന് പറയുമ്പോൾ അമൃതാകും. നീ തീർത്ഥമാകുന്നു എന്ന് പറഞ്ഞാൽ തീർത്ഥം ആകും. ഇതാണ് ഏതിലെയാ വന്നത് എന്ന് ചോദിച്ചത്. ചോദിച്ച ആരാ? ലക്ഷ്മി. ലക്ഷ്മി ആരാണ്? നമ്മളെ മുഴുവൻ ലക്ഷ്യത്തിലെത്തിക്കുന്ന ശക്തി വിശ്വാസം. അപ്പൊ കുചേലൻ ഇന്ന മാർഗത്തു കൂടെ ഇന്ന വഴി കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ കുശലൻ ചോദിച്ചു, എനിക്ക് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം മറച്ചു പിടിച്ചു. കൃഷ്ണൻ പറഞ്ഞു എന്തോ കൊണ്ടു, ഒന്നും വെറും കയ്യോട് കൂടി എന്നെ കാണാൻ പറ്റില്ല, അത് തീർച്ചയാണ്. എന്താ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിലാണ്. അവിൽ അങ്ങനെ വാരി എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് എന്നും പറഞ്ഞിട്ട് കൃഷ്ണൻ അപ്പൊ തന്നെ വാരി തിന്നു. വീണ്ടും വാരാൻ ശ്രമിച്ചു. രുക്മിണി കൈ കയറി പിടിച്ചു. തിന്നത് മതിയെന്നു. വളരെ വലിയൊരർത്ഥം അതിൽ ഉണ്ട്. 3 പിടി അവിലാണ് നമ്മുടെ ജീവിതം, നമ്മുടെയൊക്കെ. ആ 3 പിടി അവിൽ എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. 3 ഗുണങ്ങളാണ് നമുക്ക്. ഏത് കർമ്മം ചെയ്യലും സത്വരജവും തമോ ഗുണങ്ങൾ വരും. ഏത് ആഹാരത്തിലും അത് വരും. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും വരും. നല്ല ഉച്ചയ്ക്ക് നല്ല മോരും വെള്ളം കുടിക്കാൻ കിട്ടിയാൽ, ഒരു വെയിലായിരിക്കും, ചൂടുള്ള സമയമായിരിക്കും, മോരും വെള്ളം എന്നുള്ളതിനൊക്കെ സംഭാരം എന്നുള്ള വാക്കാ. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ അത് സംഭാരമായിട്ട് മാറും. ആ സംഭാരമായിട്ട് മാറുമ്പോൾ പശുവിന്റെ മോര് മാത്രം സത്വഗുണം മാത്രമാണ്. ഒരു വസ്തുവിന് രുചി കൊടുക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ഏത് വസ്തുവിനും. ലോകത്തിന്റെ സ്വഭാവം സത്വരജ തമോ ഗുണങ്ങളുടെ ചേരുവ ആണ്. ഇനി അടുത്ത എപ്പിസോഡിൽ എന്തേ കൃഷ്ണൻ അത് വാരുകയും
രുക്മിണി എന്തേ കയ്യിൽ കയറി പിടിച്ചതെന്നും ഞാൻ വിവരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.